ബ്രഹ്മയുഗത്തിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ലൈക് മമ്മൂക്കയുടെ കൂടെ ഉള്ള മാരകം. പല പല സ്റ്റിൽസ് എല്ലാ ദിവസവും ഓരോ പോസ്റ്റേഴ്സ് റിലീസ് ചെയ്യുന്നു. അതെ 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 അതെ. അത് നമ്മള് നല്ലൊരു പ്രീ പ്ലാനിങ് ഉണ്ടായിരുന്നു ബ്രോ. അതിന്റെ ബേസിലാണ് നമ്മൾ ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്തത്. അപ്പൊ മമ്മൂക്കയായിട്ട് ഫോട്ടോഷൂട്ട് ചെയ്യാൻ പറ്റി. ഭയങ്കര രസമുള്ള കുറച്ച് കണ്ടന്റ് കിട്ടി. അത് പിന്നീട് എങ്ങനെ ഇറക്കി വിടണം എന്നൊക്കെ ഉള്ള ഒരു പ്ലാനിങ്ങും, പ്രത്യേകിച്ച് പ്രൊഡക്ഷന് നല്ലൊരു ഐഡിയ ഉണ്ടായി പ്രൊഡ്യൂസേഴ്സിന്. അവരത് കറക്റ്റ് പ്ലേസ് ചെയ്യുകയും മാർക്കറ്റിലേക്ക് നന്നായിട്ട് എത്തിക്കുകയൊക്കെയാണ് ചെയ്തത്. വെരി എക്സൈറ്റിങ്. അതൊരു പ്രോപ്പർ ഇന്റർനാഷണൽ ഫിലിം ആയിട്ട് വരികയും ചെയ്തു. അത് ബ്രഹ്മയുഗം എന്നൊരു പടം. സോ അതിന്റെ പോസ്റ്റേഴ്സ് ചെയ്യാൻ പറ്റുന്ന നമുക്കൊരു ഭാഗ്യം തന്നെ. ഓരോ ദിവസം ഓരോ പോസ്റ്റേഴ്സ് റിലീസ് ചെയ്യുമ്പോഴും എല്ലാം മിനിമൽ ആയിട്ട് ഫീൽ ചെയ്യെങ്കിലും പക്ഷെ എന്തോ അതിലുള്ള ഒരു അതാണ് ബ്രോ നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്നത്. എങ്ങനെയെങ്കിലും ഒന്നും കാണിക്കാതെ കഥ പറയാൻ മമ്മൂക്കേനെ തന്നെ മാത്രം വെച്ചിട്ടാണ് നിങ്ങൾ കൂടുതൽ ചെയ്തിട്ടുള്ളത്. അതെ 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 അതെ. കഥ യൂഷ്വലി മമ്മൂക്കയെ റിവോൾവ് ചെയ്തിട്ടാണ് കഥ നടക്കുന്നത്. ശരിക്കും നമുക്ക് മമ്മൂക്കയെ മാത്രം കാണിച്ചാൽ മതി ആളെ തിയേറ്ററിൽ കയറ്റാൻ. പക്ഷെ അത് വർക്കായി എന്നുള്ളതാണ്. മിനിമലിസം എപ്പോഴും ആൾക്കാർ സംസാരിക്കപ്പെടും. അത് ഭാവിയിലേക്കും ആൾക്കാർ ഓർക്കുന്നത് മിനിമൽ സ്റ്റൈലുകളായിരിക്കും. അപ്പൊ മിനിമലിസം ആണ് ഏറ്റവും നല്ലത്. ഈ അതർ ലാംഗ്വേജിലോട്ടുള്ള ഒരു എൻട്രി ലൈക്ക് ഇതൊക്കെ ഇവര് പോസ്റ്റേഴ്സ് കണ്ടിട്ട് വിളിക്കുന്ന നമ്മള് ഇൻസ്റ്റഗ്രാമിൽ ഇടുന്ന സാധനങ്ങളും അല്ലെങ്കിൽ വേറൊരാൾ കൊള്ളാം, ഇവര് നല്ല പിള്ളേരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വരുന്ന വർക്കാണ് അതർ ലാംഗ്വേജസിൽ നിന്ന് കിട്ടുന്നത്.